ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിലല്ല ഇറാനെ ആക്രമിച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഒമാന്റെ ഇടനിലയിൽ നടന്ന ചർച്ചയിൽ തന്നെ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമെന്ന സൂചന ലഭിച്ചിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. എണ്ണവിലയിൽ ഇപ്പോഴുള്ള കുതിപ്പ് യുദ്ധം അവസാനിക്കുന്നതോടെ പരിഹരിക്കപ്പെടുമെന്നാണ് ട്രംപിന്റെ ഉറപ്പ്. As you see very well, they have no navy, it's been knocked out. They have no air force, it's been knocked out. They have no air detection, that's been knocked out. Their radar has been knocked out. And just about everything's been knocked out. ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമെന്നത് പരിഗണിച്ചാണ് പശ്ചിമേഷ്യയിലെ അധിനിവേശ യുദ്ധം അമേരിക്ക നടത്തുന്നതെന്ന ന്യായീകരണവുമായി ട്രംപ്. ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, മറിച്ച് അമേരിക്കയാണ് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരുന്നതെന്നും ട്രംപ് പറയുന്നു. യുദ്ധത്തിൽ പങ്കുചേരാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിലപാടിലും അമേരിക്കൻ പ്രസിഡന്റിന് അതൃപ്തിയുണ്ട്. Based on the way the negotiation was going, I think they were going to attack first, and I didn't want that to happen. So if anything, I might have forced Israel's hand, but Israel was ready and we were ready. എണ്ണവില കുതിക്കുന്നുവെന്ന ആശങ്ക വൈകാതെ ഒഴിയുമെന്നും ട്രംപ് പറയുന്നു. ഇസ്രായേലിന്റെ താൽപര്യമല്ല ഇറാനുമേലുള്ള യുദ്ധത്തിന് കാരണമെന്ന് ട്രംപ് വാദിക്കുമ്പോഴും ഇസ്രായേൽ ഇറാനുമേലുള്ള ആക്രമണം ശക്തമാക്കുകയാണ്. ടെഹ്റാനെ ലക്ഷ്യമിടുന്നതിനൊപ്പം ലബനനിലും IDF പരക്കിയ ആക്രമണം നടത്തുന്നുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ചെറുതല്ലാത്ത നാശം ഇസ്രായേലിന്റെ ഭാഗത്തുമുണ്ടാകുന്നുണ്ട്. അതിനിടെ അയത്തുള്ള ഖമനയിയെ വധിക്കാൻ അമേരിക്ക നടത്തിയ നീക്കത്തിലും ഇസ്രായേലിന്റെ പങ്ക് പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയ അമേരിക്കൻ വ്യോമാക്രമണത്തിനു മുമ്പ് ഖമനയിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പദ്ധതി തയ്യാറാക്കിയത് മൊസാദാണെന്ന റിപ്പോർട്ടുണ്ട്. ഇതിനായി ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ വരെ മൊസാദ് ഹാക്ക് ചെയ്തതായി സൂചന. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.